സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരും രാധികയും കുട്ടി ക്ഷേത്രത്തിലെത്തുവാണ് കേട്ടോ. അവരുടെ തൊട്ട് പിന്നാലെ തന്നെ അവരെ ഫോളോ ചെയ്ത് പ്രിയങ്കയും കൽപ്പനയും അവിടെ എത്തുന്നുണ്ട്. പ്രിയങ്കയോട് മുൻവശത്ത് കൂടി പോകാൻ പറഞ്ഞിട്ട് കൽപ്പന പിൻവശത്ത് കൂടി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് കയറുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്ന വരുണിനും രാധികയും കാണുവാണ്. വരുൺ അങ്ങനെ രാധികയോട് ഇപ്പോഴെങ്കിലും തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പറയുവാണ് കേട്ടോ. എന്നാൽ രാധിക വരുണിനോട് ഒന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. ഇത് കാണുന്നതും വരുൺ കുറച്ച് മുമ്പോട്ട് നീങ്ങി അവിടെ ഇരിക്കുന്ന ഒരു കത്തിയെടുത്തിട്ട് രാധികയുടെ അരികിലേക്ക് വരിക. ശരി, താനപ്പോൾ തുറന്നു പറയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ പറയാം. ഇനിയും ഇങ്ങനെ ജീവിച്ചിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ നടയിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കാൻ പോകുക. താൻ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥം എനിക്കുള്ളത്? എൻ്റെ മനസ്സ് മുഴുവൻ നിന്നോടുള്ള പ്രണയം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകാൻ പോകുക. ഈ കത്തി എൻ്റെ ഹൃദയത്തിലൂടെ കുത്തിക്കയറ്റാൻ പോകുകയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ തുള്ളിച്ചോരയും നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യവുമായിട്ട് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. വരുൺ എന്തൊക്കെയാണ് പറയുന്നത്? അന്നേരം വരുൺ പറയണേ, ഞാനിത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് മരിക്കാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ അവളെ കണ്ണു നിറച്ച് കണ്ടുകൊണ്ടല്ലേ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് വരുൺ ആ കത്തിയെടുത്ത് പതിയെ കുത്തുവാണ് കേട്ടോ. അതുകൊണ്ട് രാധിക ഭയന്നു പോകുവാണ്. ഈ കാഴ്ച കണ്ട് പ്രിയങ്കയും ഭയന്ന് നിൽക്കുക. അന്നേരം രാധികയാണെങ്കിൽ വേണ്ട വരുൺ എന്നൊക്കെ പറഞ്ഞ് വരുണിൻ്റെ കൈ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വരുൺ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതും സഹിക്കാനാവാതെ രാധിക വരുണിൻ്റെ കയ്യിൽ നിന്ന് ആ കത്തിയെടുത്ത് പിടിച്ച് മാറ്റുവാണ്. എന്നിട്ട് പറയണേ, എനിക്കൊത്തിരി ഇഷ്ടമാണ് വരുൺ. വരുണിൻ്റെ കഴുത്തിൽ താലിയിട്ട നിമിഷം മുതൽ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്ക് വരുണിൻ്റെ ജീവനാണ്. അത് കേൾക്കുന്നതും വരുൺ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. വരുണിൻ്റെ മുഖമൊക്കെ തെളിയുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുണിൻ്റെ കാൽക്കൽ വീഴുവാണ്. എന്നിട്ട് മാപ്പ് പറയുവാണ് കേട്ടോ. എന്നോട് ക്ഷമിക്ക് വരുൺ എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് പ്രിയങ്ക അങ്ങ് ഞെട്ടി തകർന്ന് നിൽക്കുവാണ്. ഈ സമയം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നെഞ്ചോട് ചേർക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണിനെ കെട്ടിപ്പിടിച്ച് രാധികയും തൻ്റെ മനസ്സിലുള്ള വിഷമമെല്ലാം കരഞ്ഞു തീർക്കുവാണ്. ഇതെല്ലാം കണ്ട് ചങ്ക് പൊട്ടി ആകെ തകർന്ന് പ്രിയങ്ക അവിടെ തളർന്നിരിക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ രാധികയെ ചേർത്ത് പിടിച്ച് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ രാധിക വീട്ടിലെ കാര്യങ്ങളും മറ്റുമൊക്കെ ഓർത്ത് ടെൻഷനാകുക. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാലിൽ പിടിച്ച് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറയണം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. രാധികയുടെ പിന്നാലെ തന്നെ വരുണും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കൽപ്പനയാണെങ്കിൽ അവിടെ ആരെയും കാണാതെ എല്ലായിടത്തും ചുറ്റി അന്വേഷിച്ച് നടന്നു വരിക. എന്നാലും ഇവരിതെവിടെ പോയി? ആ പ്രിയങ്കേനെ കാണാനില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് നടന്നു വരുമ്പോഴായിരിക്കും അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ കാണുന്നത്. പ്രിയങ്ക, എന്താ എന്താ പറ്റിയത്? പോ, എൻ്റെ മുമ്പിൽ നിന്ന് ദൂരെ പോ. എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട. എന്താ പ്രിയങ്കെ, എന്താ നിനക്ക് പറ്റിയത്? വരുണിനെ രാധികയും കണ്ടോ? അവർ സംസാരിക്കുന്നത് നീ കേട്ടോ? കേട്ടെത്തി, എല്ലാം എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടി എന്നെ ചതിക്കുമായിരുന്നു. എന്നെ അവർ രണ്ടാളും കൂടി പൊട്ടം കളിപ്പിക്കുമായിരുന്നു. ഏട്ടത്തി പറഞ്ഞതല്ല സത്യം തന്നെയാണ്. അന്നേരം കൽപ്പന പറയാം, ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം നീ വിശ്വസിച്ചില്ലല്ലോ. ആ, ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം ഞാൻ നേരി കേട്ടു. വരുൺ ഭർത്താവാണത്ര. അങ്ങനെ അവൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അന്നേരം കൽപ്പന പറയണേ, ആ കേട്ടില്ലേ നിൻ്റെ ചേച്ചി പറഞ്ഞത്? നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ചേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ സ്ഥാനത്ത് ഞാൻ എങ്ങാനുമായിരുന്നെങ്കിൽ അവളെ ഈ നിമിഷം തന്നെ ഇല്ലാതാക്കി കളഞ്ഞ അല്ല. എന്നിട്ട് കാമുകൻ എവിടെ പോയി? അന്നേരം പ്രിയങ്ക പറയണേ, അച്ഛനെ കണ്ട് കാല് പിടിച്ച് മാപ്പ് പറയാനെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിരിക്കുവാണ്. എന്നെ ചതിച്ച അവളെ ഞാൻ വെച്ചേക്കില്ല. എന്നെ ചതിച്ചതുപോലെ അവളെ ചതിച്ച് ഞാൻ ഇല്ലാണ്ടാക്കും. അന്നേരം കൽപ്പന പറയണേ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിൻ്റെ കൂടെ എന്തിനും ഈ ഏട്ടത്തി കൂടെയുണ്ട്. നിന്നെ ചതിച്ചവളെ വെറുതെ വിടാൻ പാടില്ല. നല്ല പാഠം പഠിപ്പിക്കണം. എന്താണെങ്കിലും നീ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലേ. അങ്ങോട്ടേക്ക് ഞാൻ വന്നാൽ ശരിയാവില്ല. നിൻ്റെ കൂടെ എന്തിനും ഈ ഏട്ടത്തിയുണ്ട്. അക്കാര്യം നീ മറക്കണ്ട. ഏട്ടത്തി എൻ്റെ കൂടെ നിൽക്കണം. എന്നെ ചതിച്ച എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. അവർക്ക് എല്ലാവർക്കും ഉള്ള പണി ഞാൻ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയാം. ഈ പ്രിയങ്കി പൊട്ടിയാക്കിക്കൊണ്ട് ആരും അങ്ങനെ ജീവിക്കണ്ട. ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ചാൽ അവൾ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ശപഥം ചെയ്യുവാണ്. അവളെ ഞാൻ ജീവനോട് വിടില്ല. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും അവിടെ നിന്ന് വേഗം തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പുറപ്പെടുവാണ്. അതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കൽപ്പന. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയും രാധികനെയാണ് കേട്ടോ. ഈ സമയം രാധികക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. ഇനി ഇങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്ത് രാധിക വല്ലാതെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്.
ഈ സമയം വരുണാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. വരുൺ പറയണേ, എടോ രാധികെ, താൻ ഇനി വിഷമിക്കണ്ട, തൻ്റെ കൂടെ എന്തിനും ഞാനില്ലേ. ഇന്ന് തൻ്റെ മനസ്സിലെന്താന്ന് പൂർണ്ണമായിട്ടും അറിഞ്ഞ ദിവസവും ഞാൻ. എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ. താൻ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നമ്മൾ തുടങ്ങാൻ പോകുവാണ്. ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്നത് തൻ്റെ അമ്മയുടെയും അമ്മമ്മേൻ്റെ അരികിലേക്കാണ്. അവർക്ക് മുമ്പിൽ വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും എനിക്ക് തുറന്നു പറയണം. എന്നിട്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവരുടെ അനുവാദത്തോടെ എനിക്ക് തന്നെ കണിമകളത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. വരുണത് എന്തൊക്കെയാണ് പറയുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്നാണ് വരുൺ വിചാരിച്ചിരിക്കുന്നത്. അന്നേരം വരുൺ പറയണേ, എടോ ഇതിനൊക്കെ ഒരു അവസരം വേണ്ടേ. നമ്മുടെ രണ്ടാളും ഇത്ര നാൾ അകന്നു നിന്നു. ഇനി നമ്മളൊന്നിച്ചുള്ള ജീവിതം തുടങ്ങേണ്ട സമയമാണ്. താൻ ധൈര്യമായിട്ടിരിക്കുക, തൻ്റെ കൂടെ ഞാനില്ലേ. അങ്ങനെ വരുൺ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം ഒരു ഓട്ടോയിലെ പ്രിയങ്കയും ആറ്റുശ്ശേരിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയുടെ മനസ്സിൽ മുഴുവൻ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളും അവിടെ വെച്ച് വരുണിൻ്റെ അധികം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് പ്രിയങ്കക്ക് അങ്ങ് കാലി ഇളകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുശ്ശേരിയിലെത്തുന്ന വരുണിൻ്റെ അധികനാണ് കേട്ടോ. വരുൺ അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം രാധിക മടിച്ച് കാറിൽ തന്നെ ഇരിക്കുമായിരിക്കും. അന്നേരം വരുൺ കാറിൻ്റെ ഡോർ തുറന്ന് രാധികയെ പിടിച്ച് പുറത്തിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാധികയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം യശോദ പുറത്ത് നിൽക്കുമായിരിക്കും. അങ്ങനെ വരുണിനെ രാധികയും കണ്ട്, ആ നിങ്ങളോ, എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? അമ്മ അകത്തേക്ക് വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വരുൺ രാധികയും കൂട്ടി അകത്തേക്ക് എത്തുവാണ്. ഈ സമയം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാകും കേട്ടോ. അന്നേരം വരുൺ ചോദിക്കണേ, ആ അമ്മയും മുത്തശ്ശിയൊക്കെ ഭയങ്കര അറിവുകളും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് നല്ല കാര്യവിവരമൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ചു. ഒരു പെണ്ണ് എങ്ങനെയാണ് ഒരു പുരുഷൻ്റെ ഭാര്യയാവുന്നത്? അമ്മ എങ്ങനെയാണ് അച്ഛൻ്റെ ഭാര്യയായത്? നാട്ടുകാർ കാണുകയെ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി, അങ്ങനെയല്ലേ അമ്മ അച്ഛൻ്റെ ഭാര്യയായത്? അതേന്ന് പറയുവാണ് കേട്ടോ യശോദ. അന്നേരം വരുൺ ചോദിക്കണേ, അങ്ങനെയെങ്കിൽ ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ എൻ്റെ ഭാര്യ? അതായത് ഞാൻ താലി കെട്ടിയ രാധികയല്ലേ എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ് വരുൺ. വരുണിൻ്റെ ആ ചോദ്യം കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് യശോദയും മുത്തശ്ശിയുമൊക്കെ. ഈ സമയം വരുൺ ചോദിക്കണേ, എന്താ നിങ്ങൾ രണ്ടാളും ഞെട്ടി നിൽക്കുന്നത്? എല്ലാവരും കൂടി വിവാഹ ദിവസം കളിച്ച ആ നാടകം ഒരിക്കലും ഞാൻ മനസ്സിലാക്കില്ലെന്ന് നിങ്ങളെല്ലാവരും കരുതിയോ? ഈ നിൽക്കുന്ന രാധികയുടെ കഴുത്തിലല്ലേ ഞാൻ താലി കെട്ടിയത്? അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്താമേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ശകുനി അത് മുത്തശ്ശിയാണെന്ന് എനിക്കറിയാം. മുഖം മറിച്ച് രാധികയെ മണ്ഡപത്തിലെത്തിച്ചതും എന്നെ കൊണ്ട് താലി കെട്ടിച്ചതും മുത്തശ്ശിയുടെ കുബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ പ്രിയങ്കയെ എൻ്റെ കൂടെ കണിമംഗലത്തെ കഴിച്ചിരിക്കുന്നു. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? എന്താ മുത്തശ്ശി, ഒന്നും പറയാനില്ലേ? അങ്ങനെ വരുണെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് സുകുമാരിയമ്മക്ക് മനസ്സിലാകുവാണ് കേട്ടോ. അന്നേരം സുകുമാരിയമ്മ പറയണേ, ശരി ഇനിയിപ്പോൾ ഒന്നും നിഷേധിക്കുന്നില്ല. പ്രിയങ്ക മോളില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തു പോയി. പക്ഷേ ഇവൾക്ക് നിൻ്റെ ഭാര്യയായിരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എല്ലാവർക്കും മുമ്പിലും പ്രിയങ്കയാണ് നിൻ്റെ ഭാര്യ. അവളുടെ കൂടെ നീ ഇത്രയും നാളും ജീവിച്ചതും. അന്നേരം വരുണിന് ദേഷ്യം വരുവാ. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ടും? ലോകത്ത് ആരും ചെയ്യാത്ത ഇതുപോലത്തെ ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും നിന്ന് ന്യായീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് രാധിക മാത്രമാണ്. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ, അല്ലാതെ പ്രിയങ്ക ഒരിക്കലും എൻ്റെ ഭാര്യയാവില്ല. ഈ സമയം യശോദ പറയണേ, മോനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി. വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. അതിന് ഞാനും കൂട്ടുനിന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു കൂട്ട ആത്മഹത്യ തന്നെ നടന്നാനേ. അത് കേൾക്കുന്നതും രാധിക ഞെട്ടലോടുകൂടി അമ്മയെ നോക്കുവാണ്. ഈ സമയം വരുൺ പറയണേ, ഇപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തുണ്ടായി? ഇപ്പോൾ ആത്മഹത്യയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാനും രാധികയുമാണ്. അമ്മ ആഗ്രഹിക്കുന്നത് അമ്മയുടെ മോളുടെ മരണമാണോ? അങ്ങനെ വരുണ്ട ആ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് യശോദയെ. ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.